പ്രണയിക്കാനും വിവാഹം കഴിക്കാനും മാത്രമല്ല ജീവിതം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ദീർഘായുസ്സോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഭാഗ്യം വേണം. എന്നാൽ ശ്രീലേഷിനും ആതിരക്കും ആ ഭാഗ്യമുണ്ടായില്ല. കാത്തിരുന്നു ജനിച്ച അവരുടെ കൺമണിക്ക് അച്ഛൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് വളരാനുള്ള യോഗവും ഉണ്ടായില്ല. അപ്രതീക്ഷിതമായി എത്തിയ ഉരുൾപൊട്ടലിൽ ഞൊടിയിടയിൽ മാഞ്ഞുപോയ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹത്തിനരികെ പൊട്ടിക്കരഞ്ഞു ആതിര. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ വിധി എന്ന് ചോദിച്ച് ഹൃദയം പൊട്ടി കരയുകയായിരുന്നു ആ കുട്ടി. 10 വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് ചൂരൽമലയിലെ ശ്രീലേഷും ആതിരയും വിവാഹിതരായത്. പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ 1 വർഷം മുമ്പായിരുന്നു വിവാഹം. ട്രാവൽസിൽ ജോലി ചെയ്തിരുന്ന ശ്രീലേഷ് ആതിരക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരുന്നു. വിവാഹത്തിൻ്റെ തൊട്ടു മുമ്പായിരുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയായത്. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഒരു കുഞ്ഞുകൂടി വീട്ടിലേക്ക് വരുന്നു എന്ന വിശേഷവുമെത്തി. ആ കാത്തിരിപ്പിനിടയിലാണ് 7-ാം മാസം ആതിരയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ മെയ് 6-ാം തീയതി ആതിര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞിൻ്റെ നൂലുകെട്ടും പേരുവിളിക്കലുമൊക്കെ ആഘോഷമായിട്ടായിരുന്നു നടത്തിയത്. ശ്രീലേഷ് എന്നും വീഡിയോ കോൾ വിളിച്ച് കുഞ്ഞിനെ കാണും. എന്നിട്ട് എല്ലാവരും ഉറങ്ങുകയുള്ളൂ. ഉരുൾപൊട്ടിയതിൻ്റെ അന്നും അങ്ങനെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം കുഞ്ഞിനെ കാണാൻ വരുമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ച് ഉറങ്ങിയതിന് പിന്നാലെയാണ് ഉരുൾപൊട്ടിയതും എങ്ങനെയോ രക്ഷപ്പെട്ട ശ്രീലേഷും അച്ഛനും അമ്മയും രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറിയതും. അമ്മ ലതയും അച്ഛൻ ശ്രീനിയും ശ്രീലേഷുമൊക്കെ ആദ്യം രക്ഷപ്പെട്ടവർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ വിധി വീണ്ടും അവരെ പരീക്ഷിക്കുകയായിരുന്നു. അയൽവാസിയായ ഔസേപ്പ് പച്ചൻ്റെ വീട്ടിലേക്ക് ചളി പൂണ്ട് ഓടിക്കയറിയ ഇവർ അതെല്ലാം കഴുകിക്കളയുകയും അവിടെ ഉണ്ടായിരുന്നവരുടെ ഡ്രസ്സൊക്കെ മാറ്റി വെള്ളവും കുടിച്ച് നിൽക്കവെയാണ് ഒരു വലിയ ശബ്ദവും വെള്ളവും വീണ്ടും ഇരച്ചെത്തുകയും ചെയ്തത്. അപ്പോഴേക്കും സമയം പുലർച്ചെ 2:30 വെള്ളം വരുന്നത് കണ്ട് കുറച്ചു കുട്ടികളെയും സ്ത്രീകളെയും വീടിൻ്റെ ബെർത്തിലേക്കും മറ്റും മാറ്റുകയായിരുന്നു. അപ്പോഴേക്കും വീട്ടിലുണ്ടായിരുന്നവരുടെ കഴുത്തോളം ചളിയും കയറി വാതിലും ബെർത്തിലുമൊക്കെ തൂങ്ങിപ്പിടിച്ചായിരുന്നു ആളുകൾ നിന്നിരുന്നത്. ആ കൂട്ടത്തിൽ ശ്രീലേഷിൻ്റെ അമ്മ ലതയും ഉണ്ടായിരുന്നു. അച്ഛനോടൊപ്പം പുറത്തായിരുന്നു അപ്പോൾ ശ്രീലേഷ്. അതേസമയം അകത്തുകൂടെ അടിച്ചു കയറിയ ചളി ചുമര് പൊളിച്ചാണ് പുറത്തേക്ക് കുതിച്ചു ചാടിയത്. ആ ചളിയിലാണ് ശ്രീലേഷും അച്ഛനും ഒലിച്ചുപോയത്. അടുത്തുള്ളവർക്ക് പിടികിട്ടും മുന്നേ ആയിരുന്നു അവർ അതിവേഗം ഒഴുകിപ്പോയത്. അത്രയേറെ ശക്തിയോടെ ഒലിച്ചു വന്ന ചളിയായിരുന്നു അത്. ലതയെയും മറ്റും രക്ഷാപ്രവർത്തകർ എത്തിയതിനു ശേഷമാണ് പുറത്തിറക്കിയത്. അപ്പോഴും ശ്രീനിയും മകൻ ശ്രീനേഷും എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് നടന്ന തിരച്ചിലിലാണ് ശ്രീനേഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് അമ്മ ലത മകന്റെ വിയോഗം തിരിച്ചറിഞ്ഞത്. എവിടെയെങ്കിലും പിടികിട്ടി രക്ഷപ്പെട്ടിരിക്കും എന്ന ചിന്തയിലായിരുന്നു അമ്മ. ശ്രീലേഷ് ഇല്ലാതെ ഇനിയൊരു ജീവിതം ആതിരയ്ക്ക് ഇല്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറയുന്നു. മരുമകൾക്കും കുഞ്ഞിനും എന്തെങ്കിലും ഒരു സഹായം നൽകണേ എന്ന് മാത്രമാണ് ഈ അമ്മയ്ക്ക് ഇനിയുള്ള പ്രാർത്ഥന.